ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് സംബന്ധിച്ച നീക്കം ഉടനില്ല. മുഖ്യമന്ത്രിയുമായുള്ള NCP നേതാക്കളുടെ കൂടിക്കാഴ്ച പൂർത്തിയായി. കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ AK ശശീന്ദ്രന് മന്ത്രിയായി തുടരാം. ADGPയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. വയനാട് ഉരുൾപൊട്ടലിൽ സേവന പ്രവർത്തനങ്ങൾക്കായി എത്തുന്ന ആംബുലൻസുകൾ പോലീസ് തടയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ADGP MR അജിത് കുമാറിനെ കണ്ടതെന്നും 4 മിനിറ്റായിരുന്നു കൂടിക്കാഴ്ചയെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ആംബുലൻസ് തടയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നും വേണ്ട നടപടിയെടുക്കാമെന്ന് ADGP മറുപടി നൽകുകയായിരുന്നുവെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻ കോടതി വാദം പോലും കേൾക്കാതെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത് ബോധപൂർവമുള്ള കുറ്റമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റമാണ് അജ്മലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളെ അർഹിച്ച അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. PV അൻവറിന്റെ ലക്ഷ്യം CPM-ഉം LDF സർക്കാരുമാണ്. അൻവർ MLA ആണ്. MLA എന്ന നിലയ്ക്ക് ആരോപണങ്ങൾ ഗൗരവമായി എടുത്തിരുന്നു. അതിന്റെ ഭാഗമായാണ് അന്വേഷണത്തിന് സംവിധാനമൊരുക്കിയത്. ഇനിയിപ്പോ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അതിനെയും നേരിട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദാഭിമുഖം പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ PR ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടായെന്ന ദി ഹിന്ദുവിന്റെ വിശദീകരണം തള്ളിയെങ്കിലും നിയമ നടപടി സ്വീകരിക്കുന്നതിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി ഹിന്ദുവിന്റെ വിശദീകരണം തള്ളിയാണ് രംഗത്തെത്തിയത്. തന്റെ അഭിമുഖത്തിനായി PR ഏജൻസിയെ സമീപിച്ചിട്ടില്ലെന്നും അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 56 വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ കണ്ടെത്തിയ മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 പ്രത്യേക വ്യോമസേന വിമാനത്തിലാണ് മൃതദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, പാങ്ങോട് സൈനിക ക്യാമ്പ് മേധാവി ബ്രിഗേഡിയർ MP സലീൽ, വ്യോമതാവള സ്റ്റേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ TN മണികണ്ഠൻ, സൈനിക ക്ഷേമ ബോർഡ് ഡയറക്ടർ ക്യാപ്റ്റൻ ഷീബ രവി തുടങ്ങിയവർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. ഭൗതിക ശരീരം നാളെ രാവിലെ തോമസ് ചെറിയാന്റെ ജന്മനാടായ ഇലന്തൂരിലെത്തിക്കുമെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. സംസ്കാരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ 11-ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-ന് ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംസ്കരിക്കും. നന്ദി പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്തതെന്നും എത്ര അപമാനിതനായാലും ആരോടും ശത്രുതയില്ലെന്നും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ ലോറി ഉടമ മനാഫ്. അർജുന്റെ കുടുംബം ഇന്നലെ മനാഫിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അർജുന്റെ കുടുംബത്തെ ഇതിന്റെ പേരിൽ ആരും വേട്ടയാടരുത്, സമൂഹ മാധ്യമത്തിലും മോശമായി സംസാരിക്കരുത്, തനിക്ക് ചേരി തിരിഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലെന്നും മനാഫ് പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ, ഷിരൂരിൽ താൻ ചെയ്തത് എന്താണെന്ന് ദൈവത്തിനറിയാമെന്നും പണത്തിനു വേണ്ടിയല്ല ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നതെന്നും മൽപെ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലിയും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെയും മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഫലപ്രദമായ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ മാസത്തിൽ KSRTC ചരിത്ര നേട്ടം കൈവരിച്ചെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ 85% ഡിപ്പോകൾ സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടി. കേരളത്തിലെ 93 ഡിപ്പോകളിൽ 85% ഡിപ്പോകളും സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടിയെന്ന് മന്ത്രി അറിയിച്ചു. പ്രവർത്തന ലാഭം എന്ന് പറയുമ്പോൾ വർഷങ്ങളായുള്ള കോടാനുകോടിയുടെ കടം നികത്തിയെന്ന് തെറ്റിദ്ധരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ചുറ്റുപാടും ആക്രമണവുമായി ഇസ്രായേലിന്റെ രൂക്ഷ മറുപടി. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ മധ്യപൂർവ്വദേശത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കവേ ലെബനനിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും. സിറിയയിലെ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറലിയുടെ മരുമകൻ ജാഫർ അൽ ഗാസിർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഫുട്ബോൾ കരിയറിലെ 46-ാം കിരീടം സ്വന്തമാക്കി അർജന്റീന ഇതിഹാസ താരം ലയണൽ മെസ്സി. US-ലെ മേജർ ലീഗ് സോക്കർ സപ്പോർട്ടേഴ്സ് ഷീൽഡാണ് ഇന്റർ മയാമി വിജയിച്ചത്. കൊളംബസ് ക്രൂവിനെതിരെ 2-3 ഗോളുകൾക്ക് ഇന്റർ മയാമി വിജയിക്കുകയായിരുന്നു. മയാമിക്കായി മെസ്സി 2 ഗോളുകൾ നേടി.